NET മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകം ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ്. വെറുതെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിന് പകരം അവ വീണ്ടും ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റുന്ന സർക്കുലർ ഇക്കോണമി എന്ന ആശയത്തിനാണ് ഇപ്പോൾ എല്ലാവരും മുൻഗണന നൽകുന്നത്. ഈ മാറ്റത്തിൽ ഏറ്റവും വലിയ താരം നമ്മൾ നിത്യവും കാണുന്ന കുപ്പികളിലും പാക്കേജിങ്ങിലും ഉപയോഗിക്കുന്ന പെറ്റ് പ്ലാസ്റ്റിക്കുകളാണ്. പ്ലാസ്റ്റിക് പുനരുപയോഗം എന്നത് വെറും ഒരു സേവനം മാത്രമല്ല, അതൊരു വലിയ ബിസിനസ് വിപണിയായി മാറിക്കഴിഞ്ഞു. ആഗോളതലത്തിൽ 2024 ഏകദേശം 2.6 ലക്ഷം കോടി മൂല്യമുള്ള പെറ്റ് വിപണി 10 വർഷത്തിനുള്ളിൽ 4.7 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ പുനരുപയോഗം ചെയ്ത പ്ലാസ്റ്റിക് അഥവാ ആർപെറ്റ് വിപണിയും സമാനമായ വളർച്ചയിലാണ്. ഇന്ത്യയിലും ഈ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ ആർപെറ്റ് കുപ്പികളുടെ വിപണി 2030ഓടെ ഏകദേശം 1.7 ലക്ഷം കോടിയിൽ എത്തുമെന്നും വലിയ കമ്പനികൾക്കിടയിൽ ഇതിന്റെ ഡിമാൻഡ് 4 ഇരട്ടിയായി വർദ്ധിക്കുമെന്നും പ്രവചിക്കുന്നു. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന കമ്പനികൾ അത് തിരികെ ശേഖരിക്കണമെന്ന് നിർബന്ധിക്കുന്ന EPR അഥവാ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി നിയമങ്ങളും പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കാത്ത ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ താല്പര്യവുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. ചുരുക്കത്തിൽ പ്ലാസ്റ്റിക് മാലിന്യത്തെ വെറും ചവറായി കാണാതെ ഒരു വിലപ്പെട്ട വിഭവമായി കണ്ട് പുനരുപയോഗിക്കുന്ന വലിയൊരു മാറ്റത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്ന ഒരു റീസൈക്ലിംഗ് കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഗണേശ ഇക്കോസ്ഫിയർ ആണ് ഈ കമ്പനി. ഇന്ത്യയിലെ മുൻനിര പോളി എത്തിലീൻ ടെരഫ്താലേറ്റ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനിയാണ് ഗണേശ ഇക്കോസ്ഫിയർ. ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന ഇത്തരം പെറ്റ് കുപ്പികൾ ശേഖരിച്ച് വിവിധ വ്യവസായങ്ങളിൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന മൂല്യവർദ്ധിതവും സുസ്ഥിരവുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നതാണ് ഈ കമ്പനിയുടെ പ്രധാന പ്രവർത്തനം. ഇന്ത്യയൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശേഖരണ ശൃംഖല കമ്പനിക്കുണ്ട്. ഇതിലൂടെ പ്രതിദിനം ഏകദേശം 450 ടൺ പെറ്റ് കുപ്പി അവശിഷ്ടങ്ങളാണ് കമ്പനി ശേഖരിക്കുന്നത്. തുടർന്ന് ഈ കുപ്പികൾ ശാസ്ത്രീയമായി പൊടിക്കുകയും അവയെ പ്രീമിയം ഗുണനിലവാരമുള്ള പെല്ലറ്റുകൾ, റെസിനുകൾ, ഫൈബേഴ്സ് എന്നിവയാക്കി മാറ്റുകയും ചെയ്യുന്നു. കമ്പനി നിലവിൽ 500-ലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. റീസൈക്കിൾഡ് പോളിസ്റ്റർ, സ്റ്റേപ്പിൾ ഫൈബർ, ആർപെറ്റ് ചിപ്സ്, റീസൈക്കിൾഡ് നൂലുകൾ എന്നിവയാണ് ഇവയിൽ പ്രധാനം. കൂടാതെ ഉയർന്ന ഗുണമേന്മയുള്ള ആർപെറ്റ് ഉൽപ്പന്നങ്ങൾക്കായി കമ്പനി ഗോ റീവൈസ് എന്ന ബ്രാൻഡും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഗണേശ ഇക്കോസ്ഫിയർ പൂർണ്ണമായും ഒരു B2B മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇവർ പുനരുപയോഗം ചെയ്തു കൊടുക്കുന്ന പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ മറ്റ് വലിയ കമ്പനികൾക്കാണ് വിൽക്കുന്നത്. നിലവിൽ 16-ലധികം രാജ്യങ്ങളിലായി 400-ൽ പരം പ്രമുഖ കമ്പനികൾ ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽസ്, FMCG, പാക്കേജിംഗ്, ഓട്ടോമൊബൈൽ, ഹോം ഫർണിഷിംഗ് തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് ഇവർ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു. ഇന്ത്യയിലുടനീളം 6 ഫാക്ടറികളിലായി വർഷം തോറും 1,96,440 മെട്രിക് ടൺ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനുള്ള ശേഷി കമ്പനിക്കുണ്ട്. പ്രതിവർഷം 1.5 ലക്ഷം മെട്രിക് ടൺ പെറ്റ് അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിലൂടെ ഏകദേശം 850 കോടി പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇവർ വിജയകരമായി പുനരുപയോഗിക്കുന്നത്. ഇന്ത്യയിലെ EPR നിയമങ്ങൾ കമ്പനിയുടെ വളർച്ചയ്ക്ക് വലിയൊരു ഇന്ധനമാണ്. ഈ നിയമപ്രകാരം പ്ലാസ്റ്റിക് പാക്കേജിംഗിൽ നിർബന്ധമായും റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ചേർത്തിരിക്കണം. 2026 സാമ്പത്തിക വർഷത്തിൽ ഇത് 30%, 2027 40%, 2028ഓടെ 60%-ആയും ഇത് ഉയരും. ഈ നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് ഒരു ടണ്ണിന് 5,800 രൂപ വരെ പിഴ നൽകേണ്ടി വരും. ഇത്തരത്തിലുള്ള കർശനമായ നിയമങ്ങൾ കാരണം 2030 സാമ്പത്തിക വർഷത്തോടെ വിപണിയിൽ 10 ലക്ഷം മെട്രിക് ടണ്ണിലധികം B2B ഗ്രേഡ് ആർപെറ്റിന് ഡിമാൻഡ് ഉണ്ടാകുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ ശേഷിയുള്ള കമ്പനി എന്ന നിലയിൽ ഗണേശ ഇക്കോസ്ഫിയറിന് ഈ അവസരം വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കും. തങ്ങളുടെ പുതിയ വാരങ്കൽ പ്ലാന്റിലെ ഉൽപാദന ശേഷി മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് ഗണേശ ഇക്കോസ്ഫിയർ ലക്ഷ്യമിടുന്നത്. 2026 സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ 70 മുതൽ 80% ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റ് 2027 സാമ്പത്തിക വർഷത്തോടെ 85 മുതൽ 90% ശേഷിയിലേക്ക് ഉയരുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷം 70,000 ടൺ ഉൽപാദന ശേഷി കൈവരിക്കുന്നതോടെ ഏകദേശം 55,000 മുതൽ 60,000 ടൺ വരെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. ഇത് കമ്പനിക്ക് 700 മുതൽ 850 കോടി രൂപ വരെ അധിക വരുമാനം നേടിത്തരാൻ ശേഷിയുള്ളതാണ്. കൂടാതെ സുസ്ഥിരമായ അസംസ്കൃത വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ച് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏകദേശം 450 കോടി രൂപ നിക്ഷേപിക്കാനും കമ്പനി പദ്ധതിയിടുന്നു. വാരങ്കലിലെ നിലവിലുള്ള പ്ലാന്റിനോട് ചേർന്ന് നടത്തുന്ന വിപുലീകരണത്തിലൂടെ 2026 ഏപ്രിലോടെ 22,500 ടൺ ആർപെറ്റ് ശേഷി കൂടി അധികമായി ലഭിക്കും. ഇതോടെ വാരങ്കൽ പ്ലാന്റിന്റെ ആകെ ശേഷി പ്രതിവർഷം 64,500 ടണ്ണായി ഉയരും. വാരങ്കലിന് പുറമെ ഒഡീഷയിൽ ഒരു പുതിയ പ്ലാന്റ് സ്ഥാപിക്കാനും കമ്പനി ഒരുങ്ങുന്നുണ്ട്. പ്രതിവർഷം 67,500 ടൺ ഉൽപാദന ശേഷിയാണ് ഇവിടെയും ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ പരമ്പരാഗത ബിസിനസ് മേഖലയായ യാൺ സ്പിന്നിങ്ങിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കമ്പനി ശ്രമിക്കുന്നുണ്ട്.
ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ നിന്നുള്ള വരുമാനം 65% താഴെയായി കുറഞ്ഞു കഴിഞ്ഞു. പകരം ലാഭം കൂടുതൽ ലഭിക്കുന്ന പ്രീമിയം മാർക്കറ്റുകളിലേക്കാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2028 സാമ്പത്തിക വർഷത്തോടെ കമ്പനിയുടെ ആകെ വരുമാനത്തിന്റെ 65% ആർപെറ്റ് ബിസിനസ്സിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഗണേശ ഇക്കോസ്ഫിയർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ലാഭം നൽകുന്ന പ്രീമിയം ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ ബിസിനസ് റിസ്ക് കുറയ്ക്കാനാണ് ഗണേശ ഇക്കോസ്ഫിയർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആന്റി മൈക്രോബിയൽ, ഹോളോ കോൺജുഗേറ്റഡ്, സൈഡ് ഫൈബറുകൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം അടുത്ത 2 വർഷത്തിനുള്ളിൽ 55 മുതൽ 60% ഉയർത്താനും ലക്ഷ്യമിടുന്നു. എന്നാൽ സമീപകാലത്തെ സാമ്പത്തിക കണക്കുകൾ അല്പം ആശങ്കാജനകമാണ്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ കമ്പനിയുടെ വരുമാനം 1058 കോടി രൂപയായി കുറയുകയും ലാഭവിഹിതം ഇടിഞ്ഞതോടെ അറ്റാദായം മുൻ വർഷത്തെ 79 കോടി രൂപയിൽ നിന്ന് 15 കോടിയായി കുത്തനെ താഴുകയും ചെയ്തു. അതായത് ഏകദേശം 81% ഇടിവ്. കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന്റെ ചില വിജ്ഞാപനങ്ങൾ വൈകിയത് പ്ലാസ്റ്റിക് സംഭരണ പ്രക്രിയയെ ബാധിച്ചതും പ്രീമിയം പെറ്റ് ഗ്രാനുലുകൾക്കുള്ള ഡിമാൻഡ് കുറഞ്ഞതുമാണ് ഈ സാമ്പത്തിക തിരിച്ചടിക്ക് പ്രധാന കാരണമായത്. ഗണേശ ഇക്കോസ്ഫിയർ ലിമിറ്റഡിന്റെ ഓഹരി വിപണിയിലെ നിലവിലെ അവസ്ഥ പരിശോധിച്ചാൽ ഏകദേശം 2701 കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്. നിലവിൽ 1008 രൂപ വിലയിൽ വ്യാപാരം ചെയ്യുന്ന ഈ ഓഹരിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വില 1720 രൂപയും കുറഞ്ഞ വില 653 രൂപയുമാണ്. ഇൻഡസ്ട്രി PE 18 ടൈംസിനേക്കാൾ കൂടുതലായ 69.7 ടൈംസ് ആണ് കമ്പനിയുടെ PE റേഷ്യോ. ഇത് ഓഹരി വില അല്പം ഉയർന്ന നിലവാരത്തിലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പനിക്ക് 545 കോടി രൂപ കടബാധ്യതയുണ്ടെങ്കിലും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.43 ആയതിനാൽ ഇത് ആശങ്കാജനകമല്ല. ലാഭക്ഷമതയുടെ കാര്യത്തിൽ ROCE 11%, ROE 9.38% രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ 39.3% ഓഹരികൾ പ്രൊമോട്ടറുടെ കൈവശമാണുള്ളത്. കൂടാതെ 0.44% ഡിവിഡൻഡ് ഈൽഡും ഓഹരി നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഉയർന്ന PE റേഷ്യോയും സമീപകാലത്തെ ലാഭത്തിലെ ഇടിവും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിലും വിപുലീകരണ പദ്ധതികളും പുതിയ EPR നിയമങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ കമ്പനിക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഗണേശ ഇക്കോസ്ഫിയർ ഓഹരിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകടനം പരിശോധിച്ചാൽ വലിയ ഉയർച്ച താഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വർഷം മുൻപ് ഏകദേശം 653 രൂപ നിലവാരത്തിലായിരുന്ന ഓഹരി മികച്ച മുന്നേറ്റത്തിലൂടെ 1718 എന്ന റെക്കോർഡ് ഉയരത്തിൽ വരെ എത്തിയിരുന്നു. എന്നാൽ സമീപകാലത്തുണ്ടായ ലാഭത്തിലെ ഇടിവും സർക്കാർ വിജ്ഞാപനങ്ങളിലെ കാലതാമസവും കാരണം ഓഹരി അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് ഏകദേശം 40%-ലധികം താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. ഈ വില ഇടിവ് നിലനിൽക്കുമ്പോഴും ഒരു വർഷം മുൻപ് താഴ്ന്ന വിലയിൽ ഓഹരി വാങ്ങിയവർക്ക് ഇപ്പോഴും ഏകദേശം 50 മുതൽ 55% വരെ വാർഷിക നേട്ടം ലഭിച്ചിട്ടുണ്ട്. പാക്കേജിംഗ് മേഖലയിലെ EPR നിയമങ്ങൾ കർശനമാകുന്നതും ബാരങ്കൽ പ്ലാന്റിലെ ഉൽപാദന വർധനവും വരും വർഷങ്ങളിൽ ഓഹരിക്ക് കരുത്തേകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയ കുതിച്ചുചാട്ടം നടത്തിയെങ്കിലും നിലവിൽ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലൂടെയാണ് ഗണേശ ഇക്കോസ്ഫിയർ കടന്നു പോകുന്നത്. ലോകം ഒരു സർക്കുലർ എക്കോണമിയിലേക്ക് ചുവട് മാറ്റുമ്പോൾ പ്ലാസ്റ്റിക് പുനരുപയോഗം എന്നത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സുസ്ഥിര മേഖലയായി മാറുകയാണ്. ആഗോള പെറ്റ് ആർപെറ്റ് വിപണികൾ വികസിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ബിസിനസ് ടു ബിസിനസ് ഗ്രേഡ് ആർപെറ്റിന്റെ ആവശ്യം 2030 സാമ്പത്തിക വർഷത്തോടെ 1.1 ദശലക്ഷം മെട്രിക് ടൺ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർശനമായ EPR നിയമങ്ങളും സുസ്ഥിരമായ പാക്കേജിംഗിനായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും ഗണേശ ഇക്കോസ്ഫിയർ എന്ന കമ്പനിക്ക് ഈ മേഖലയിൽ വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. ഭാവിയിലെ ഈ വൻ ഡിമാൻഡ് ഈ കമ്പനികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നിരീക്ഷിക്കാൻ ഓഹരിയെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്.